നിങ്ങളെപ്പോഴെങ്കിലും വിദേശത്തു നിന്ന് എന്തെങ്കിലും ഓൺലൈനായി ഓർഡർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തു ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിയമമുണ്ട്. അതാണ് 1962 കസ്റ്റംസ് നിയമം. നമുക്കിന്ന് ഈ നിയമത്തിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ ഈ നിയമത്തിന്റെ ബേസിക്സ് എന്താണെന്ന് നോക്കാം. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം ഡ്യൂട്ടി എങ്ങനെയാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ബാഗേജ് പോലുള്ള ചില സ്പെഷ്യൽ കേസുകൾ, നിയമം തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും. പിന്നെ ഒരു തീരുമാനത്തിൽ തൃപ്തരല്ലെങ്കിൽ അതിനെ എങ്ങനെ ചോദ്യം ചെയ്യാം എന്നും നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ശരിക്കും ഈ കസ്റ്റംസ് നിയമം? ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താ? പിന്നെ ചരക്കുകൾ അഥവാ ഗുഡ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റംസിന്റെ കണ്ണിൽ എന്തൊക്കെ പെടും? വാ നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നിയമത്തിൽ ചരക്കുകൾ എന്നു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുമൊരു പ്രോഡക്റ്റ് മാത്രമല്ല. കപ്പലുകൾ, വിമാനങ്ങൾ, കറൻസി, എന്തിനേറെ പറയുന്നു, അതിർത്തി കടന്നുപോകുന്ന ചലനമുള്ള എന്ത് സാധനവും ഇതിന്റെ പരിധിയിൽ വരും. അത്രയ്ക്കും വിശാലമാണ് ആ നിർവചനം. അതായത് വളരെ സിമ്പിളായി പറഞ്ഞാൽ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന പല നിയമങ്ങളെയും ഒരുമിച്ച് ഒറ്റ നിയമമാക്കി മാറ്റിയ ഒരു മാസ്റ്റർ റൂൾ ബുക്കാണിത്. എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു എന്ന് പറയാം. ഓക്കേ, ഇനി നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുള്ള ആ വിഷയത്തിലേക്ക് വരാം. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി എത്ര പൈസ കൊടുക്കേണ്ടി വരും, ഇതെങ്ങനെയാണ് അവരെ കണക്കാക്കുന്നത്? ഇതിന് വളരെ കൃത്യമായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി കണക്കാക്കുന്നതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ സാധനത്തിന്റെ യഥാർത്ഥ വില എത്രയാണെന്ന് അവർ തീരുമാനിക്കും. സ്റ്റെപ്പ് 2, ആ സാധനം ഇന്ത്യയിലേക്ക് എത്തുന്ന ദിവസത്തെ ടാക്സ് റേറ്റ് എത്രയാണോ അത് ചുമത്തും. പിന്നെ സ്റ്റെപ്പ് 3, ഒരു കസ്റ്റംസ് ഓഫീസർ നിങ്ങൾ കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച് ഫൈനൽ ഡ്യൂട്ടി എത്രയാണെന്ന് ഉറപ്പിക്കും. ഇത്രയുള്ളൂ സംഭവം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഡ്യൂട്ടി അടയ്ക്കാൻ വൈകിയാലോ അപ്പ പണി പാളും. കാരണം പലിശ ഭയങ്കരമായിരിക്കും. ഒരു വർഷം 36% വരെ പലിശ വരാം. അപ്പോൾ ഓർക്കുക, ടൈമിംഗ് വളരെ വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇറക്കുമതിയും ഒരുപോലെയല്ല നിയമം കാണുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവരുന്ന സ്യൂട്ട് കേസിലെ സാധനങ്ങൾക്ക് ബാധകമാവുന്ന നിയമങ്ങളല്ല ഒരു വലിയ കമ്പനി ബിസിനസ്സിനായി ഇറക്കുമതി ചെയ്യുന്ന ഒരു കണ്ടെയ്നർ നിറയെ സാധനങ്ങൾക്ക് വരുന്നത്. ഈ വ്യത്യാസം ഈ നിയമത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ നിയമം എത്ര വ്യക്തമായാണ് കാര്യങ്ങളെ വേർതിരിക്കുന്നതെന്ന്? നിങ്ങളുടെ പേഴ്സണൽ ഉപയോഗത്തിനോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളോ ആയി കൊണ്ടുവരുന്ന സാധനങ്ങളെ ഒരു രീതിയിലും, കച്ചവടം ചെയ്യാൻ കൊണ്ടുവരുന്ന സാധനങ്ങളെ മറ്റൊരു രീതിയിലുമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്. ഈ നിയമത്തിന് വളരെ ന്യായമായ ഒരു വശം കൂടിയുണ്ട് കേട്ടോ. വിചാരിക്കുക, നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം കയ്യിൽ കിട്ടുമ്പോഴേക്കും ഡാമേജായി. അത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലെങ്കിൽ ആ നഷ്ടത്തിനനുസരിച്ച് ഡ്യൂട്ടി കുറച്ചു തരാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? ഓക്കേ, ഇതുവരെ നമ്മൾ സാധാരണ കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയ ഒരു ഭാഗത്തേക്ക് കടക്കാം. അതായത് നിയമം ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? ഈ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു കസ്റ്റംസ് ഓഫീസർക്ക് എപ്പോഴാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിയമം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ വിശ്വസിക്കാൻ കാരണമെന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതായത് കള്ളക്കടത്ത് പോലെയുള്ള ഒരു ഗുരുതരമായ കുറ്റം നടന്നു എന്ന് ഉദ്യോഗസ്ഥന് ന്യായമായി വിശ്വസിക്കാനൊരു കാരണം വേണം. വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ പോയി ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിയമം അതിന് അനുവദിക്കുന്നില്ല. ഒരു സാധനം പിടിച്ചെടുക്കുന്നത് മുതൽ അത് പൂർണ്ണമായി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുവരെ കൃത്യമായൊരു നടപടിക്രമമുണ്ട്. വെറുതെ അങ്ങ് എടുക്കാൻ പറ്റില്ല. ആദ്യം അവര് സാധനം പിടിച്ചെടുക്കും, പിന്നെ ഉടമസ്ഥനൊരു ഷോ കോസ് നോട്ടീസ് കൊടുക്കും. അതായത് എന്തുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ കണ്ടുകെട്ടരുത് എന്ന് വിശദീകരിക്കാനൊരവസരം. അതിനുശേഷമാണ് കേസിലൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഉടമയ്ക്ക് അവരുടെ ഭാഗം പറയാൻ അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കസ്റ്റംസ് ഓഫീസർ എടുത്ത തീരുമാനത്തോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിലോ? എല്ലാം അവിടെ തീർന്നോ? ഇല്ല. അതിനെ ചോദ്യം ചെയ്യാനും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വഴികളുണ്ട്. അപ്പീലുകൾ നൽകാനായി ഒരു പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. ഇതൊരു സ്റ്റെപ്പ് പ്രോസസ്സാണ്. നോക്കൂ, ആദ്യം നിങ്ങൾ കമ്മീഷണർക്ക് ഒരു അപ്പീൽ കൊടുക്കാം. ആ വിധിയിലും നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാം, അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതും കഴിഞ്ഞാൽ ചില പ്രത്യേക കേസുകളിൽ ഹൈക്കോടതി വരെ പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ നീതിക്കായി പല വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്.
അപ്പീൽ കൊടുക്കാൻ പോകുന്നതിന് മുൻപ് സാധാരണയായി ഈ തർക്കത്തിലുള്ള ഡ്യൂട്ടിയുടെയോ പിഴയുടെയോ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും. എങ്കിലേ അവർ നിങ്ങളുടെ അപ്പീൽ പരിഗണിക്കൂ. ഇതൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. അപ്പോൾ ഈ നിയമം വന്നിട്ട് 60 വർഷത്തിൽ കൂടുതലായി. 1962-ലാണിത് നിലവിൽ വന്നത്. പക്ഷേ കാലത്തിനനുസരിച്ച് വ്യാപാരം എളുപ്പമാക്കാനുള്ള വകുപ്പുകൾ ഇതിൽ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഇത്രയും പഴക്കമുള്ള ഒരു നിയമത്തിന് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലെ വ്യാപാരത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? അതോ കാലത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ ഇതിൽ ആവശ്യമുണ്ടോ? ഇതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.